ഇന്ന് ഞങ്ങൾ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം നമുക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചോറ്റി മഹാദേവ ക്ഷേത്രം. ഇതാണ് ഞങ്ങളുടെ നാട് ചോറ്റി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചോറ്റിയിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് കോട്ടയം കുമളി KK റോഡ്. ഇവിടുന്ന് മുണ്ടക്കയം ചെന്നിട്ടാണ് വള്ളിയങ്കാവിലേക്ക് പോകേണ്ടത്. മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് വള്ളിയങ്കാവിലേക്ക്. മുണ്ടക്കയത്ത് നിന്ന് വള്ളിയങ്കാവിലേക്ക് ബസ് സർവീസും ജീപ്പ് സർവീസും ലഭ്യമാണ്. ഞങ്ങളിപ്പോൾ മുണ്ടക്കയം ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്. ഇത് മുണ്ടക്കയം കോസ്വേയാണ്. വലത്തേക്ക് പോയ എരുമേലി ശബരിമലയാണ്. നമുക്കിപ്പോൾ നേരെ കട്ടപ്പന റോഡിലേക്കാണ് പോകേണ്ടത്. ഇതാണ് മുണ്ടക്കയത്തെ കല്ലേപ്പാലം. ഈ പാലം കടന്നു കയറുന്ന ഇടുക്കി ജില്ലയിലേക്കാണ്. ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് മുണ്ടക്കയം അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ 35-ാം മൈലിലെത്തി. നമ്മളിപ്പോൾ KK റോഡിൽ നിന്ന് വള്ളിയങ്കാവിലേക്ക് തിരികെയാണ്. നേരെ പോയാൽ കട്ടപ്പന കുമളി റോഡാണ്. ഞങ്ങൾ സന്ധ്യയ്ക്ക് പോകുന്നതുകൊണ്ടാണ് നിങ്ങളെ എല്ലാ സ്ഥലവും കാണിക്കാൻ പറ്റാത്തത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വരാറുണ്ട്. ഇതാണ് മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. ഇതാണ് മണിക്കല്. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈശോ, ദൃഢം, ആട് 3 ഇങ്ങനെ കുറേ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പാലം കയറി കഴിഞ്ഞാൽ വലത്തേക്കാണ് നമുക്ക് വള്ളിയങ്കാവിലേക്ക് പോകേണ്ടത്. ഫേമസ് ആയ TR&D എസ്റ്റേറ്റാണിത്. ഇവിടെ റബ്ബറിൻ്റെ കലവറയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു അമ്പലം സൈഡിൽ കാണാം. അത് ഗുരുദേവൻ്റെ അമ്പലമാണ്. നേരത്തെ ഈ റോഡ് പോയി കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇത് ഫുള്ള് റെഡിയാക്കിയത്. നേരത്തെ വഴി മോശമായതുകൊണ്ട് മുണ്ടക്കയിൽ നിന്ന് വള്ളിയങ്കാവിലേക്ക് എത്താൻ 1 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ ഒരു 20 മിനിറ്റും കൊണ്ട് നമുക്ക് എത്താം. ഈ കാണുന്നതാണ് കുപ്പക്കയം. ഇവിടെ ഒരുപാട് പശുവുണ്ട്. അവിടെ തന്നെ സൈഡിൽ കാണാൻ വള്ളിയങ്കാവ് ദേവീ ക്ഷേത്രം എന്ന് എഴുതിയേക്കുന്നത്. വള്ളിയങ്കാവിലേക്ക് പോകുന്ന റോഡ് നിറച്ചും പശുക്കളാണ്. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു അമ്പലമാണ് വള്ളിയങ്കാവ് ദേവീ ക്ഷേത്രം. ഒരുപാട് സെലിബ്രിറ്റികൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകാറുണ്ട്. സുരേഷ് ഗോപി അങ്കിൾ ഈ ക്ഷേത്രത്തിൽ മിക്കപ്പോഴും ദർശനം നടത്താറുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വള്ളിയങ്കാവിലെ അമ്മ. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടം കാണിക്കാൻ പറ്റുന്നില്ല. വള്ളിയങ്കാവിലേക്ക് പകല് പോകുന്ന ഒരു വീഡിയോ ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും. ദേവി ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആദിപരാശക്തി ഇവിടെ ദുർഗ, ഭദ്രകാളി എന്നീ 2 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. ദേവി പണ്ട് വള്ളിയിലാടി വന്നതുകൊണ്ടാണ് ഈ സ്ഥലം വള്ളിയാടി കാവ് എന്നറിയപ്പെട്ടത്. പിന്നെ അത് അതിലോപിച്ചാണ് വള്ളിയങ്കാവ് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ദേവി പണ്ട് ആടി വന്ന വള്ളികൾ ഇന്ന് ഈ ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണാം. ഇവിടെ തൊട്ടൊരു 300 മീറ്റർ കുറച്ച് വഴി മോശമാണ്. 1993 ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത്. വള്ളിയങ്കാവ് ദേവീ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മീനമാസത്തിലെ മീനഭരണിയാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ ഉത്സവം നടത്തുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് വ്രതശുദ്ധിയോടെ ക്ഷേത്രമുറ്റത്തും പരിസരത്തുമുള്ള റബ്ബർ തോട്ടങ്ങളിലുമായി പൊങ്കാല സമർപ്പിക്കുന്നത്. മംഗല്യ ഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായാണ് ഭക്തർ ഈ പൊങ്കാല പരിപാടി നടത്തുന്നത്. വൃശ്ചിക മാസത്തിലെ മണ്ഡലകാല മഹോത്സവവും നവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന ആഘോഷങ്ങൾ. ദൂരെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ റൂംസ് ആൻഡ് സർവീസ് അവൈലബിൾ ആണ്. ഈ സൈഡിൽ കാണുന്നതാണ് പേയാൻ പാർക്ക്. അത് കഴിഞ്ഞാൽ കാണുന്നതാണ് വള്ളിയങ്കാവ് ദേവീ ക്ഷേത്രം. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്നവർക്ക് കഴിക്കാനായി 2 ഭക്ഷണശാലകൾ അടുത്തുണ്ട്.
ഇതാണ് ആ 2 ഭക്ഷണശാലകൾ. അങ്ങനെ നമ്മൾ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് എത്തി. ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. കയറുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായി കുറേ പശുക്കളെ നമുക്ക് കാണാം. ഇതാണ് പൂജാ സ്റ്റാൾ. ഇവിടെ പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ഞങ്ങളും പ്രവേശിക്കുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ 2 അമ്പൂറ്റി കുഞ്ഞുങ്ങളെ പോലത്തെ പശുവിനെയും കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തേക്ക് അവസാനിക്കുകയാണ്. ശുഭരാത്രി.